നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മിക്കവരുടെയും വീട്ടിൽ കണ്ടുവരാറുള്ള അല്ലെങ്കിൽ വളരാറുള്ള ഒരു സസ്യമാണ് തുളസി. പൂജാതി കർമ്മങ്ങൾക്ക് മാത്രമല്ല, ഔഷധ മൂല്യത്തിനും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് തുളസി. പൊതുവെ തുളസിയെ ദേവിയായി കരുതിയാണ് ആരാധിക്കുന്നത്. തുളസിക്കായി തുളസി തറ ഉണ്ടാക്കുന്നതും വിളക്ക് കൊളുത്തി വയ്ക്കുന്നതുമെല്ലാം ഹൈന്ദവ ആചാരങ്ങളിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ്. വീട്ടിലേക്ക് ലക്ഷ്മി നാരായണ കടാക്ഷം വന്നു ചേരാൻ തുളസി സഹായിക്കുമെന്നാണ് വിശ്വാസവും. തുളസി വയ്ക്കുന്ന രീതിക്കും ഒരു പ്രാധാന്യമുണ്ട്. അതായത് തുളസി നട്ടുപിടിപ്പിക്കുന്നതിനും അതായത് വളർന്നു വരുമ്പോഴും ചിന്തിക്കേണ്ട ചില പ്രാധാന്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നൊരു വിശ്വാസം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിഷ്ണു അവതാരങ്ങളായ ദേവതകളെ ആരാധിക്കുമ്പോൾ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് തുളസി. ഇത് ഭഗവാന് നിത്യവും ചാർത്തുന്നത്, അതായത് തുളസി ഭഗവാന് നിത്യവും ചാർത്തുന്നത് ഏറെ നല്ലതാണ്. വീട്ടിൽ ശ്രീകൃഷ്ണന്റെ ചിത്രമുണ്ടെങ്കിൽ തുളസി ചാർത്തുന്നത് വളരെ നല്ലതാണ്. ഒരു പക്ഷേ നിത്യവും തുളസിമാല ചാർത്താൻ സാധിക്കാത്ത പക്ഷം ഒരു തുളസി ഇലയെങ്കിലും സമർപ്പിക്കുന്നത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. മാലയാണ് ചാർത്തുന്നതെങ്കിൽ സ്വയം മാല കെട്ടിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വന്തം കൈയാൽ ഭഗവാന് മാല സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ നീളം അതായത് ഭഗവാന്റെ ചിത്രത്തിൻ്റെ കാൽപാദം വരെ ഉണ്ടാവുകയും വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. വിശേഷപ്പെട്ട ദിവസങ്ങളിലും പിറന്നാൾ ദിവസങ്ങളിലും ഭഗവാന് തുളസി മാലയോ തുളസിയോ ചാർത്തുന്നത് വളരെ ഏറെ ശുഭകരമായ കാര്യം ആണ്. ഇനി അടുത്തത് തുളസിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. തുളസിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വീട്ടിലേക്ക് ഐശ്വര്യം വന്നു ചേരും എന്നതാണ് മറ്റൊരു വിശ്വാസം. ഇത് രാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ തലയിൽ തുളസി കതിർ ചൂടുന്നതും വളരെ നല്ലതാണ്. ഇത്തരത്തിൽ തുളസിക്ക് വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഏകാദശി ദിവസം തുളസി ദേവി വ്രതത്തിലായിരിക്കും. അതിനാൽ വെള്ളമൊഴിക്കുകയോ ഇതിനടുത്ത് പോവുകയോ ചെയ്യാൻ പാടുള്ളതല്ല. വൈകിട്ട് തുളസിയില നുള്ളുന്നതും അതും ദോഷകരമായത് അല്ലെങ്കിൽ പാപകരമായ ഒരു കാര്യമായി കരുതുന്നു. വെള്ളം ഒഴിക്കരുത്. ഇത് രാവിലെ ചെയ്യുന്നതാണ്. വൈകിട്ട് തുളസിക്ക് വെള്ളം ഒഴിക്കുന്നതും അരുത്. അതുപോലെ വൈകിട്ട് തുളസി നുള്ളുന്നതും പാടില്ലാത്ത കാര്യമാണ്. വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ചില ആളുകൾ ക്ഷേത്രത്തിൽ പോകാൻ നിൽക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ ദീപാരാധനയ്ക്കൊക്കെ പോകുന്നതിന് മുൻപേ ഉള്ള സമയങ്ങളിൽ പെട്ടെന്ന് ഹൃദയിക്കുന്ന തുളസി ഇറുത്തുകൊണ്ട് പോകുന്നതായി കണ്ടുവരുന്നുണ്ട്. അത് ഒരിക്കലും പാടുള്ളതല്ല. അഥവാ അങ്ങനെ വേണമെങ്കിൽ ഇച്ചിരി നേരത്തെ പൂ ഇറുത്തു അല്ലെങ്കിൽ തുളസിയില ഇറുത്ത് വെക്കേണ്ടതാണ്. ത്രിസന്ധിക്ക് ശേഷം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അത് ഒരു പൂവിനെയും അങ്ങനെ ഇറുത്ത് കൊണ്ട് പോകുന്നത് നല്ല കാര്യം അല്ല. അതുപോലെ തുളസി നടുമ്പോൾ, അതായത് സ്വയം ഭൂമികളിൽ നിന്ന് സ്വയം കിളിർത്ത് വരാത്ത പക്ഷം ചിലവർ കൊണ്ട് നടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നടുമ്പോൾ തുളസി കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ നടുന്നതാണ് ഏറെ ഉത്തമം, ഏറെ ഗുണകരമായ കാര്യം അതാണ്. ഈശാന കോണാണ് വടക്ക് കിഴക്ക് ദിശ. ഇവിടെ തുളസിയെങ്കിൽ സർവ്വ ഐശ്വര്യം എന്നതാണ് ഫലം. ഈ ദിശയിൽ തുളസിയെങ്കിൽ മറ്റു ദിക്കുകളിലും വളർത്താം. ഈ ദിശയിൽ തുളസി ഉണ്ടെങ്കിൽ മറ്റു ദിക്കുകളിലും വളർത്തുന്നത് ശുഭകരമാണ്. എന്നാൽ ഒരു പക്ഷേ ഈ ദിശയിൽ തുളസി ഇല്ലെങ്കിൽ മറ്റു ദിശകളിൽ വളരുന്നുവെങ്കിൽ ഒരു തുളസി ഈശാന കോണിലും വച്ചു പിടിപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തുളസി വീടിന് ചുറ്റും ധാരാളം വളർന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. അതും വളരെ നല്ല ഒരു ഗുണകരമായ ഭഗവാന്റെ കടാക്ഷമുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ചില ഉദാഹരണങ്ങളാണ്. അതുപോലെ അതേസമയം തന്നെ ചില പ്രത്യേക സസ്യങ്ങൾ തുളസിക്കൊപ്പം വളരുന്നത് നല്ലതല്ല. അതുകൂടി അറിഞ്ഞിരിക്കണം. അതാണ് പ്രധാനമായി പറയുന്നത്. പ്രത്യേകിച്ചും മുള്ളുള്ള സസ്യങ്ങൾ
ഇത് രാഹുദോഷം കൊണ്ടുവരുമെന്നതാണ് വിശ്വാസം. അതിനാൽ തുളസിയോടൊപ്പം തുളസിയെ പരിപാലിക്കുന്നതോടൊപ്പം തന്നെ തുളസിക്കൊപ്പം മുള്ളുള്ള ചെടികളോ മറ്റു വളരുന്നുണ്ടോ ശ്രദ്ധിച്ച് അവയെ ഒഴിവാക്കേണ്ടതും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യങ്ങളാണ്. രാഹുദോഷം വരികയും രോഗങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും എല്ലാം വരാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. തുളസിക്ക് അടുത്ത് മുള്ളുള്ള ചെടികൾ നിന്നാൽ ഇത് ദുഃഖത്തിന് കാരണമാകുന്ന കാര്യമാണ്. ഇതുപോലെ ക്ഷാമിച്ചെടി എന്നൊരു ചെടിയുണ്ട്. ഇത് പരമശിവനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒന്നാണ്. ഇത് പൊതുവെ പോസിറ്റീവ് ഫലം നൽകുമെങ്കിലും തുളസിയോട് ചേർന്ന് ഇത് വളരുകയാണെങ്കിൽ ഇത് ദോഷം തന്നെ വരുത്തുന്ന ഒന്നാണ്. വീടുകളിൽ സാമ്പത്തിക നഷ്ടത്തിന് തന്നെയാണ് ഇത് വഴിയൊരുക്കുന്നത്. ഇതുപോലെ തുളസിയോട് ചേർന്ന് വരുന്നതോ വീട്ടിൽ വളരുന്നതോ നല്ലതല്ലെന്നൊരു വിശ്വാസമുണ്ട്. അതായത് ആല് കൂടി തുളസിയോട് ചേർന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതും അത്യാവശ്യമാണ്. വീട്ടുകൾക്ക് ധനപരമായ നഷ്ടങ്ങൾ വരാതിരിക്കാൻ, വീട്ടിലുള്ളവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളും സാമ്പത്തിക ബാധ്യതകളും വരാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എത്ര അധ്വാനിച്ചാലും ഫലം വന്നു ചേരാത്ത ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ ചില ഭവനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ്. ശ്രദ്ധിച്ച് തുളസി ചെടിയുടെ സമീപം ഇങ്ങനെയുള്ള വേറെ സസ്യങ്ങളോ അല്ലെങ്കിൽ മരങ്ങളോ ഒന്നും വളർന്നു വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് കാര്യം കൂടി വളരെ അത്യാവശ്യമാണ്. അതുപോലെ വീടിൻ്റെ പ്രധാന വാതിലിന് സമീപം തുളസി ഉള്ളത് വളരെ നല്ലതായ ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇലകളിൽ തട്ടി വീടിനുള്ളിലേക്ക്, അതായത് വീടിൻ്റെ അകത്തേക്ക് കാറ്റ് വരുന്നത് കൂടി നമുക്ക് പോസിറ്റീവ് എനർജി നൽകാൻ, പോസിറ്റീവ് ഊർജം നൽകാനും നല്ല കാര്യമാണ്. ഇത് ഔഷധ ഗുണമുള്ളത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമായ ഒരു കാര്യം. തുളസി ഒറ്റ സംഖ്യയിൽ വളരുന്നതാണ് നല്ലത്. തുളസിയുടെ അടുത്തുള്ള സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം. ഒറ്റ തുളസിയായിട്ട് വളരുന്നത് അല്ലെങ്കിൽ ഒറ്റ സംഖ്യ വരുന്നതായിട്ടുള്ള തുളസിയായിട്ട് വളരുന്നതാണ് നല്ലത്. അടുത്തുള്ള സ്ഥലങ്ങൾ വൃത്തിയായി ഇടണം. അത് പേപ്പറോ പൊടിയോ അഴുക്കോ ഒന്നും ഇല്ലാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. ചിലത് അകത്തുനിന്ന് പേപ്പർ ചുരുട്ടി ചിലപ്പോൾ പുറത്തോട്ട് ഇടുമ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്ത് മൂട്ടിൽ വന്ന് കിടക്കും. അപ്പോൾ അത് നമുക്ക് ചില ഭാഗ്യങ്ങൾ വരുന്നതിന് തടസ്സമാക്കുന്ന കാര്യങ്ങളാണ്. അഴുക്കു ജലമോ ഒഴിക്കാനോ അതിൻ്റെ അടുത്തൂടെ അത് പോകാനോ പാടില്ല. ചപ്പുചവറുകൾ ഇതിൻ്റെ സമീപത്തിടുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം ഐശ്വര്യക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിനാൽ ഇതൊന്നും ഉണ്ടാകാതെ തുളസിയെ വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും ഭവ്യതയോടുകൂടും പരിപാലിക്കേണ്ട കാര്യമാണ്. അത്രത്തോളം ഭഗവാനോട് അടുത്ത് ഉള്ള ഒരു സസ്യമാണ്. അത്ര ഔഷധ ഗുണമുള്ള സസ്യമാണ്. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ഒരു സസ്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുത്ത് പരിപാലിക്കുന്നുവോ അത്രത്തോളം ഭഗവാൻ നമ്മളിലേക്ക് ഭഗവാന്റെ കൃപ നമ്മളിലേക്ക് എത്തുന്നതിനും ഇത് വളരെയേറെ സഹായിക്കും. അതിനാൽ ഇതിൻ്റെ തുളസിയെ പരിപാലിക്കുക. അതിൻ്റെ സമീപത്ത് അഴുക്ക് വെള്ളങ്ങളോ പൊടിയോ മുടിയോ ഒന്നും കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും അതിൻ്റെ ചുറ്റും വൃത്തിയാക്കുക. നല്ല രീതിയിൽ ജലമൊഴിക്കുക. വൈകിട്ട് അതിനെ തൊടാനോ അതിനെ അശുദ്ധമാക്കാനോ അതിൽ നിന്ന് ഇല എടുക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വൈകുന്നേര സമയങ്ങളിൽ കുട്ടികൾ പോലും അതിൻ്റെ അടുത്ത് പോയി അതിനെ പിച്ച് ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ കളിക്കുന്ന ചില കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കമ്പൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യവും വരാതെ പ്രത്യേകം ഒന്ന് നിങ്ങൾ മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നല്ല രീതിയിൽ തുളസിയെ എത്രത്തോളം മഹത്വമായി കാണാൻ പറ്റുന്നു അത്രത്തോളം മഹത്വമായി കാണേണ്ട ഒരു സസ്യമാണ് തുളസി. അപ്പോൾ വീഡിയോ എവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിച്ചാൽ അത് ചാരിതാർത്ഥ്യമായി കരുതുന്നു. സന്തോഷമായിരിക്കൂ, സമാധാനമായിരിക്കൂ. നല്ലത് വരട്ടെ. നമസ്കാരം.